നമ്മൾ ഇനി പാലക്കാട്ടെ സാഹചര്യം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഗോകുൽ VS നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, പാലക്കാട്ടെ സാഹചര്യം എന്താണ്? ഹോട്ടലുകൾ അടച്ചു പൂട്ടുന്നുണ്ടോ? അവിടെയുള്ളവർക്ക് പറയാനുള്ളത് എന്താണ്? പാലക്കാട്ടും പ്രതിസന്ധി അതീവ രൂക്ഷമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 100 ഫീറ്റ് റോഡിലുള്ള ഒരു കടയിലാണ്. ഈ കട കഴിഞ്ഞ ദിവസം അടച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം ഈ പാചകവാതക പ്രതിസന്ധി മൂലം തന്നെ. പക്ഷേ ഇന്നിപ്പോൾ ഇത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ മുൻപ് ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറയുന്ന ആവശ്യത്തിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ല എന്നുള്ളതാണ്. എന്താണ് ഗ്യാസ് സിലിണ്ടറിന്റെ പ്രതിസന്ധി? ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണോ? അതെ, ഇപ്പോഴും അങ്ങനെ നിൽക്കുക. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കട അടച്ചേക്കുമായിരുന്നു, ഇപ്പോഴാണ് വീണ്ടും തുറന്നത്. എന്തായിരുന്നു കാരണം? എങ്ങനെയാണ്? ഗ്യാസ് കിട്ടാതിൻ്റെ ഭയങ്കര ക്ഷാമം, അത് കാരണം പെട്ടെന്ന് സ്റ്റക്കായി കട 2-3 ദിവസം അടച്ചിട്ടുണ്ടേ വന്നു. ഒരു ദിവസം എത്ര ഗ്യാസ് സിലിണ്ടർ വേണം? നമുക്ക് 3 സിലിണ്ടർ വേണം. 3 സിലിണ്ടർ വേണം. ഇപ്പം എത്ര എണ്ണം ഉണ്ട്? ഇപ്പോൾ 2 എണ്ണം. പ്രവർത്തിക്കാൻ പറ്റുമോ? ഇന്ന് ഓടിക്കാം. സാധനത്തിന്റെ അളവൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടോ? മാറ്റം വരുത്താൻ പറ്റില്ല. നമുക്കിത് എന്തായാലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇത് കത്തിച്ചുകൊണ്ടിരിക്കണമല്ലോ. കച്ചവടം എത്ര ഉണ്ടോ ഇല്ലേ എന്നല്ലല്ലോ. നമുക്ക് സാധനം രാവിലെ കത്തിച്ചു വിട്ടാൽ കത്തിക്കൊണ്ടേയിരിക്കണം. അത് ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമുക്ക് അപ്പക്കപ്പക ഉണ്ടാക്കാൻ പറ്റില്ല. അതൊരു പ്രതിസന്ധിയാണ്. ഈ കട കുറച്ച് നാളായിട്ടുള്ള തുടങ്ങിയിട്ട് പറ്റില്ല. എങ്ങനെയാണ് ഈ പ്രതിസന്ധിയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുക? നോക്കട്ടെ, എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സാഹചര്യം ഇപ്പോൾ എന്താ ബ്ലോക്ക് വരുമ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് അറിയുന്നുണ്ട്. മലയാളത്തിൽ വിളിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഒക്കെ ഷോർട്ടാണ് പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ല. ഞാൻ 2 ദിവസം അടച്ചിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറുകിട ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ കടയുടെ കാര്യം എടുത്താൽ ഈ കട തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പാചകവാതക പ്രതിസന്ധി വരുന്നത്. ആ ഈ പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസം കട അടച്ചിടേണ്ട സ്ഥിതി വന്നു. പിന്നീട് ഇപ്പോൾ ഒരു ദിവസം ഓടിക്കാൻ 3 കുറ്റി വേണം. ഇപ്പോൾ 2 കുറ്റി മാത്രമേ ഉള്ളൂ. ഇന്ന് എങ്ങനെയെങ്കിലും കഷ്ടിച്ച് ഓടിക്കാമെന്നാണ് പറയുന്നത്. നാളത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. ഇനി ഗ്യാസ് വന്നാൽ മാത്രമേ നാളെ കട തുറക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ പ്രതിസന്ധി വ്യാപകമായി തന്നെയുണ്ട്. പ്രധാനമായും ഇത്തരത്തിലുള്ള ചെറുകിടക്കാരെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഇവരൊക്കെ കട തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ളൊരു കടയാണ്. ആ കടകളെയൊക്കെ തന്നെ ഇത് ബാധിക്കുന്നത് ഇവരുടെയൊക്കെ ഓരോ ആളുകളുടെയും അന്നന്നത്തെ ജീവിതത്തിന് തന്നെ പ്രതിസന്ധിയാവുന്ന ഒരു ഘട്ടം ആണ്.